നമസ്കാരം. വിഭവ സമൃദ്ധമായ ഓണദിനങ്ങളിൽ സ്നേഹസമ്പന്നമായ താരസൗഹൃദങ്ങളുമായി എത്തുന്നു നമ്മുടെ പ്രിയ താരങ്ങൾ. വെൽക്കം ടു ഓണക്കൂട്ട് പവേർഡ് ബൈ റിപ്പിൾ ടീ, സ്പെഷ്യൽ പാർട്ട്ണർ ഹോക്കിങ്സ്. ഓണക്കൂട്ടിൽ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഗസ്റ്റുകളാണ് കൊണ്ടുവരുന്നത്. ഇന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ പടത്തിൽ നായികയായി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ നമ്മുടെ താരസുന്ദരി അഞ്ജലി അമീർ. ലെറ്റ്സ് വെൽക്കം അഞ്ജലി അമീർ. എന്തൊക്കെയാണ് അഞ്ജലി വിശേഷങ്ങള്? സുഖം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടതിലും ഇങ്ങനെ അങ്ങോട്ട് മെലിഞ്ഞു വരികയാണല്ലോ. കുറച്ച് വെയിറ്റ് ഒക്കെ കുറക്കണ്ടേ? വെയിറ്റ് ഒക്കെ കുറച്ച് സ്ലിം ബ്യൂട്ടി അല്ലേ ഭംഗി എന്ന് പറയാം. അതാണ് അഞ്ജലിയുടെ ഒരു മാത്രം പ്രത്യേകതയാണ്. എപ്പോഴും അവള് ബ്യൂട്ടി മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നും അല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളെ. സ്റ്റെഫിയുടെ ഇതൊക്കെ പിടിച്ചു നിൽക്കണ്ടേ? ഓഹോ, ഇനി എനിക്കിട്ട് എന്നാണേലും വളരെ വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. സെറ്റ് സാരിയൊക്കെ ഇട്ടപ്പത്തേന് ഒരു നാടൻ കുട്ടിയായിട്ടുണ്ട്. അടിപൊളി. എനിക്ക് പക്ഷെ സ്കേർട്ടും ബ്ലൗസും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും സ്കേർട്ടും ബ്ലൗസും ഒന്നും എന്താ പറയാ നമുക്ക് ഇടാൻ തോന്നത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് സ്കേർട്ടും ബ്ലൗസും. അതുകൊണ്ട് തന്നെ ഞാനത് പറയും. എവിടെയോ ഞാനത് കേട്ടിട്ടുണ്ട്, അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്കേർട്ടും ബ്ലൗസും ആണെന്ന്. അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങൾ മാത്രം പോരാ, ഓണക്കൂട്ടിന്റെ പരിപാടിക്കാണ് വന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? പിന്നെ ഉണ്ട്. പേടിയുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ പേടിയൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താ? കുക്കറി. ഓ, എനിക്ക് വയ്യാട്ടോ. കൊച്ചെല്ലാം പഠിച്ചിട്ടാ പോകുന്നത്. എവിടെയാ വീട്? ഞാൻ കോഴിക്കോട്. വെറുതെ അല്ല എന്റെ നാട്ടുകാർ. ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, എന്റെ നാട്ടുകാരിയാണ്, എനിക്കറിയാം. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അയ്യങ്കാർ അവിയൽ അല്ലേ? അതെ. പേരൊക്കെ നല്ല വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എന്താവോ കണ്ടോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, പാചകത്തിലൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാളാണ്, ഒരു വീട്ടമ്മയാണ് അല്ലേ? കറക്റ്റ് കണ്ടോ? സാരിയൊക്കെ എടുത്ത് കുത്തി. സൂപ്പർ. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആദ്യം നമ്മള് നോൺ സ്റ്റിക് പാന് അടുപ്പിൽ വെച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ നോൺ സ്റ്റിക് പാൻ എന്ന് പറയുന്നത് ഹോക്കിങ്സിന്റെ ആണ്. അതാണ് ഇത്ര ഭംഗി. അതെ. അപ്പം എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേർഡിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ അവിയലിന് സാധാരണയായി അങ്ങനെ ഇത് ചേർക്കണം അത് ചേർക്കണം എന്നൊന്നും ഇല്ല. എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തും ചേർക്കാം. ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ്? ഇത് ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചേനയുണ്ട്, മത്തങ്ങയുണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അതിന്റെ കൂടെ ചൊവ്വരി, നമ്മുടെ നാട്ടിലൊക്കെ സാബൂനരി എന്ന് പറയും. ഇത് രണ്ടും ഹോക്കിങ്സിന്റെ കുക്കറില് വേവിച്ച് വെച്ചത് ഇവിടെയുണ്ട്. അത് ഒരുമിച്ച് വേവിച്ച് വെച്ചത്. ഇനി അങ്ങോട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പൊ അതിന്റെ കൂടെ ചൂടാവുന്നത് വരെ നമുക്ക് കോളേജിൽ പോയ കാര്യം എന്ന് പറഞ്ഞാലോ? ഞാൻ പഠിക്കുന്നുണ്ട്, മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇപ്പം BA മലയാളം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അതെയോ? അവിടെ ഫ്രണ്ട്സ് ഒക്കെ? പിന്നെ റാഗിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ആരും വന്നില്ല. ഇപ്പൊ അങ്ങനെ റാഗിംഗ് ഒന്നും വേണ്ടെന്നാണ് തോന്നുന്നു എല്ലാ സ്ഥലത്തും പറയുന്നത്. പക്ഷെ നല്ല എന്റർടൈൻ, നല്ല എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ചൂടായി. അപ്പൊ ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് ഈ പാചകം ചെയ്ത ഇതിലിടാം. അപ്പൊ അതിന്റെ കൂടെ ജീരകം, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം അരച്ച കൂട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ എത്ര പച്ചമുളക് ഇടേണ്ടി വരും? നമ്മൾ ഇതിലൊരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ ഒന്നോ രണ്ടോ മുളകൊക്കെ, അത് നമ്മുടെ തേങ്ങയും ആവശ്യാനുസരണം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ശരി. ചെറുതായിട്ട് ഇങ്ങനെ ആ വെജിറ്റബിൾസിന്റെയും തേങ്ങയൊക്കെ മിക്സ് ചെയ്യുന്നതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഈ പാൻ കത്തിക്കാം. ലാസ്റ്റ് പരിപാടി എന്താ? വറവിടുക.
ഇത് ചൂടായി വരുന്നുണ്ട്. ഇത് വറവിടാൻ വേണ്ടിട്ട് ഒരു 4 ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു. നമുക്ക് 2 കറിവേപ്പില ഇടാം. കടുകിട്ടോളൂ. കുറച്ച് ഉപ്പ് ചേർക്കാം. അയ്യങ്കാർ അവിയലിന് താളിച്ചത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഹെവി ടാസ്ക് ഒന്നും അല്ല, പെട്ടെന്ന് കഴിയും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഈ ചൊവ്വരി ചേർക്കുന്നതാണ്. നമ്മള് കേരള അവിയലിന് ചൊവ്വരി ചേർക്കില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അവിയലിൽ എന്തായാലും തൈര് വേണമല്ലോ. അപ്പം നമ്മുടെ ഡിഷ് റെഡിയാണ്. ഞാനിനി ചൂടുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നില്ല അഞ്ജു. നമുക്ക് അടുത്ത കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, ഇരുന്ന് കൊണ്ടുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ഇൻവിറ്റീവൻ ആയിട്ട് ഞാൻ വന്ന് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. പോരെ? അപ്പത്തേനും അത് ചൂടൊക്കെ ഒന്ന് ആറി സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അഞ്ജലി നല്ലൊരു പാചകക്കാരിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത്രയൊന്നും ഇല്ല. എന്താ? അല്ല, ഞാൻ വീട്ടിൽ അധികം കുക്ക് ചെയ്യാറൊന്നും ഇല്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഓണക്കൂട്ടിലെ അടുത്ത ഗെയിമിലോട്ട് അങ്ങ് പോയാലോ? ഇപ്പം ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അപ്പൊ ആ ഫോട്ടോസ് നോക്കിയിട്ട് ആർട്ടിസ്റ്റുകളുടെ ആയിരിക്കും. അപ്പം എന്താണ് അഞ്ജലിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്? കൂടെ അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മൂവീസ്? അങ്ങനെയൊക്കെ സ്വന്തം നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും അവരെ കുറിച്ച് പറയാം. തീർച്ചയായും. ഓക്കെ, റെഡി? അയ്യോ പേളി. അയ്യോ പേളിന്നോ? അങ്ങനെയല്ല, സന്തോഷത്ത് പറഞ്ഞതാ. പേളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പേളി സത്യം പറഞ്ഞ പേളിയുടെ ക്യാരക്ടർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ബിഗ് ബോസ് അതിന് മുമ്പേ കണ്ടിട്ടൊക്കെ ഉണ്ട്, പരിചയമുണ്ട്. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇവളുമായിട്ട്? നമ്മുടെ കുഴപ്പമില്ലായിരുന്നു, ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും. ഒത്തിരി കടന്നു പോകണ്ട, ചെറുതായിട്ടൊക്കെ അല്ലേ? ചെറിയ അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പേളി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ആക്ട്രസ്. ഓ മൈ ഗോഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സത്യമായിട്ടും എന്റെ ഫേവറേറ്റ് ആക്ട്രസ് മദർ പ്രോമിസ്. ഫൈൻ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി പോലെ ആവണോന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആവണമെന്ന് ആഗ്രഹമില്ല, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് സമുദ്രക്കനി സാറ്. കണ്ടിട്ടുണ്ട്, കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പുള്ളി ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആക്ടർ എന്ന് പറയുന്ന ഒരു തീർച്ചയായും നല്ലൊരു ആക്ടറാണ്. ഒരു ക്യാരക്ടർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റും. വളരെ സത്യത്തിൽ പുള്ളിയുടെ ഫിലിംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ഫിലിംസ്, ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഉള്ളത് പറയാമല്ലോ, ഉള്ളതുപോലെ ചില ഫിലിംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ എല്ലാ ഫിലിംസും. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് നിവിൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരാണുള്ളത്? അങ്ങനല്ല, ഒരു ക്രഷ് എന്നൊക്കെ പറയില്ലേ, ആകെ തോന്നുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ മൂവീസ് ആക്ഷൻ ഹീറോ, ബിജു, പ്രേമം, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അഞ്ജലിനെ ഞാൻ ചോദിക്കട്ടെ, അഞ്ജലിനോട് ഇപ്പൊ പറയാണ് നിവിൻ പോളി നിങ്ങള് അടുത്ത പടത്തില് എന്റെ ഹീറോയിൻ ആണ് എന്ന് പറഞ്ഞ എന്തായിരിക്കും ഫസ്റ്റ്? അങ്ങനെ ഇപ്പൊ ചോദിച്ചു ഞാൻ, സപ്പോസ് ഞാനാണ് നിവിൻ പോളി, അപ്പൊ ഞാൻ വിളിക്കുകയാണ്, ഹലോ ഹലോ അഞ്ജലി. അഞ്ജലിയാണ്, ഞാൻ നിവിൻ പോളിയാണ്. സത്യം? യെസ്. എന്നാരോ അട്ടാക്കണല്ലോ. എന്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? സൗണ്ട് ആർക്ക് വേണമെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാലോ. അഞ്ജലി, ഞാൻ ശരിക്കും നിവിൻ പോളിയാണ്. ഞാൻ വിളിച്ചത് ഇപ്പം ഫ്രീ ആണോ? അഞ്ജലി ഫ്രീ ആണോ? തീർച്ചയായും. ഓക്കെ, അപ്പൊ അടുത്ത മാസം എനിക്കൊരു 10 ദിവസം ഡേറ്റ് തരാനുണ്ടാവോ അടുത്ത പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട്? നിവിൻ ചേട്ടൻ തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. എന്റെ നായികയായിട്ട് അഭിനയിക്കുന്ന ഡയറക്ടർ ആരാ? നിവിൻ ചേട്ടാ. ഡയറക്ടർ നമുക്ക് ആരെ വേണമെങ്കിലും ആക്കാം. ഇപ്പം അത്രയും മതി, അത്രയും മതി. ഡയറക്ടറെ വിളിച്ച് കൺഫേം ചെയ്യണല്ലോ. അത് ചെയ്യാം. അല്ല, ഞാൻ നിവിൻ പോളി. അപ്പം അഞ്ജലിക്ക് എന്റെ പടത്തിൽ അഭിനയിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഞാൻ എവിടെ വന്ന് കാണണം? ഇനി ഇത് പുള്ളി കേട്ടിട്ടുണ്ടെങ്കിലല്ലോ നമ്മളെ വന്ന് അടിക്കും. അതുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ ആ ഒരു ഗെയിം സെഗ്മെന്റ് കഴിഞ്ഞു. ഈസി ആയിട്ട് തോന്നിയില്ലേ? പിന്നെ ഓണക്കൂട്ട് പവേർഡ് ബൈ റിപ്പിൾ ടീ, സ്പെഷ്യൽ പാർട്ട്ണർ ഹോക്കിംഗ്സ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ഓണക്കൂട്ട് പവേർഡ് ബൈ റിപ്പിൾ ടീ, സ്പെഷ്യൽ പാർട്ട്ണർ ഹോക്കിംഗ്സ്. പിന്നെ പുതിയ
വിശേഷങ്ങളൊക്കെ പറയും. ഓണത്തെ കുറിച്ച് ഉള്ള വിശേഷങ്ങൾ പറയും. ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരിക. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ഫാമിലി ആയിരുന്നു. അപ്പൊ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് രാഹുൽ, എൻ്റെ വീടിൻ്റെ അടുത്ത്. ഞങ്ങൾ സ്കൂളിലൊക്കെ ഒരുമിച്ചായിരുന്നു പോവുക, ഒരു 7th 8th 9th 10th ഒക്കെ. അപ്പൊ രാഹുലിന്റെ വീട്ടിലേക്കാണ് ഓണത്തിന് സദ്യയൊക്കെ കഴിക്കാൻ പോവുക. നേരെ മറിച്ച് പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിലും രാഹുൽ വരും. അപ്പൊ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ച് പൂക്കളം ഇടുന്നതും. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ പേടിയെന്ന് പറഞ്ഞേ? തരാം മോളെ, തരാം. എന്നാലും നമ്മൾ ഒരേ നാട്ടുകാരാണെന്നുള്ള ആ ഒരു പരിഗണന. എടാ, ഇത് വേറെ ഒന്നുമില്ല, റാപ്പിഡ് ഫയർ പോലത്തെ ഒരു ഗെയിമാണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്, പേടിക്കാനൊന്നുമില്ല. സഡൻ നമ്മൾ മറുപടികൾ പറയണം. ഓക്കെ, അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല. ഓക്കെ. ആദ്യത്തെ പ്രണയത്തിലെ ആളുടെ ആദ്യാക്ഷരം. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കോസ്മെറ്റിക്. ലിപ്സ്റ്റിക്. നൈസ്. എല്ലാവർക്കും ഉള്ള ഒരു പരിപാടി അത്. നമ്മളിപ്പോ എവിടെ പോവാണെങ്കിലും ലിപ്സ്റ്റിക് കയ്യിൽ ലിപ്പ് ഇട്ടാ ഒരു മോർ കംഫർട്ട്. മറക്കാൻ പറ്റാത്ത ഒരു ഓട്ടോഗ്രാഫ്. പണ്ട് 10th എന്നൊക്കെ നമുക്ക് എഴുതി എത്ര കാലങ്ങൾ മാഞ്ഞാലും നിന്നെ എന്താ ഓർമ്മകൾ മായില്ല. ഇപ്പൊ കണ്ടാ കൂടെ പരിചയമില്ലാത്തവരുണ്ട്, അങ്ങനെ എഴുതി വരാ. അവരെ കാണുമ്പോ അത് കലക്കി. ഇപ്പൊ കണ്ടാ കൂടി ഓർമ്മയുണ്ടാവും. അങ്ങനെയുള്ള അവരെ കാണുമ്പോ ചിരി വരും. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ചളി അടിച്ച കോമഡി. അത് മൊത്തം എപ്പോഴും ഉള്ളത്, സ്ഥിരമുള്ള പരിപാടിയുള്ള ചളി. എടാ, അടുത്തത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ളതും വളരെ മനസ്സിലായി എളുപ്പമാണെന്ന്. ടങ് ട്വിസ്റ്റർ ആണ്. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഇത് നീ 5 പ്രാവശ്യം സ്പീഡിൽ പറ. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. 2. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. 3. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. 4. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. 5. ഓ എന്റെ ദൈവമേ, പണി പറ്റിച്ചു. നീ ഒന്ന് പറ. ഇനി ഞാൻ അടക്കി വെക്കൂ. പറഞ്ഞു കൊടുക്കരുതാരും. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഉഷേ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഭർത്താവേ, ഉഷേ ഉഷസിൽ ഉഷസോ. ഓക്കെ ഫൈൻ, നീ തന്നെ വിൻ ചെയ്തു, നോ പ്രോബ്ലം കേട്ടോ. അപ്പൊ ഓക്കെ, ഈ ടാസ്കില് എന്നെ ഒരു ക്വസ്റ്റിന് നീ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. സാരമില്ല. അപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഗിഫ്റ്റും കൂടെ അഞ്ജലിക്ക് തരാം കേട്ടോ. അപ്പൊ അതോടുകൂടി തന്നെ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ആർ യു ഹാപ്പി? ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സിനിമയിൽ എൻട്രി ആയത് എങ്ങനെയാ? സിനിമയിൽ എൻട്രി ആയത് ഞാൻ ഫസ്റ്റ് ഒരു തമിഴ് മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പേരൻപേ? അല്ല, അതിന് മുമ്പ് വേറൊരു തമിഴ് മൂവി ചെയ്തിരുന്നു. അത് കുറച്ച് ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞു, നിന്നുപോയി. അപ്പൊ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി, ടെൻഷനായി. പിന്നെ ഒരു തമിഴ് സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു, തായ് തന്ത വീടെന്ന് പറഞ്ഞ. ഇപ്പോഴല്ല, ഒരു 8 വർഷം മുമ്പേ. അങ്ങനെ ആ സമയത്ത് 2015 ഞാൻ മോഡലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അല്ല, 2015 2008 മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം മോഡലിംഗ് ആയിരുന്നു. മോഡലിംഗിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. എൻ്റെ ഈ ഒരു പേരൻപ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റാം സാറും മമ്മൂക്കയൊക്കെ. അപ്പം എൻ്റെ ഒരു ഡോക്യുമെന്ററി കണ്ട് മമ്മൂക്ക വിളിക്കുകയായിരുന്നു. ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നി മമ്മൂക്കയാണ് വിളിച്ചത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാനൊരു കാര്യം കാണിക്കട്ടെ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കൂ. അതാണ് അടുത്ത ടാസ്ക്. ഇപ്പൊ പേടിയൊക്കെ കുറച്ച് മാറിയില്ലേ അല്ലേ? കുറച്ച് പേടി ഒക്കെ മാറി, ഒരുപാട് മാറി. എന്താണ് പറയാനുള്ളത്? എപ്പോ ഉള്ള ഫോട്ടോ ആണ്. പാവല്ലേ, പാവം കുട്ടിയാ. അത് സത്യത്തിൽ എനിക്കൊരു 5 വയസ്സ് 4-5 വയസ്സുള്ള സമയത്തുള്ളതാ. കൂടെയുള്ളത് എന്റെ കസിൻ ബ്രദറാണ്, സഫീർ എന്ന് പറയും. സഫീർ കാക്കയാണ് കൂടെയുള്ളത്. എന്റെ ഒരു 4-5 എന്തോ പാവല്ലേ, എന്തൊരു പാവം കുട്ടി, പാവം ചക്കര കുട്ടി. നമുക്ക് അടുത്ത പടത്തിലേക്ക് പോവാം. ഓക്കെ. ഇത് എനിക്ക് വയ്യ. എന്റെ ബാങ്കിലെ ഫസ്റ്റ് ഷോട്ട്. സത്യത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അത് ടേക്കിന് മുമ്പുള്ള റിഹേഴ്സൽ ആയിരുന്നു. അപ്പൊ മമ്മൂക്ക എനിക്ക് പറഞ്ഞു തരിക, നീ പേടിക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി, ആക്ട് ചെയ്ത് ചളാക്കണ്ട, നീ ബിഹേവ് ചെയ്ത് മതിന്ന്. അപ്പൊ ശരി, ബിഹേവ് ചെയ്താൽ മതി. അതെന്താന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഞാൻ, എന്താ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. നീ കഴിച്ചോ, ഒന്നും നോക്കണ്ട. എനിക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു സീനാണ് അത്. പക്ഷെ അതിലും ഉണ്ടായിരുന്നു ഒരു നിഷ്കളങ്കത തോന്നുന്നു. അഞ്ജലി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് വളരെ നിഷ്കളങ്കമായ, നല്ല സുന്ദരിയായ, ശാലീനത തുളുമ്പുന്ന. അല്ല, ഉണ്ടെന്നേ, ഞാനിതുപോലെ ഉള്ളതുപോലെ പാവ പ്രേക്ഷകർ. അടുത്ത പടം കാണാം. ഞാനൊന്നും പറയുന്നില്ല. അയ്യോ, ഇതൊരു 11 വർഷം
11 വർഷം ഞാൻ വെറുതെ ആണോ? നല്ലതാ, നല്ല ഫോട്ടോയാ അത്. അത് കുറെ എന്റെ ആക്ച്വലി ബിഫോർ സർജറി. ഞാൻ ചോദിക്കാൻ വരികയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്ത് 10th കഴിഞ്ഞതേ ഉള്ളൂ. 10th കഴിഞ്ഞ ഒരു 15 വയസ്സുള്ള സമയത്തുള്ള പിക്കാത്. ഓക്കെ. എന്തായാലും അതിലും ഇപ്പൊ കാണുന്നത് പോലെയൊക്കെ തന്നെയാ ഏകദേശം അല്ലെ? പിന്നീടാണോ മുടി നീട്ടി വളർത്തിയത്? ആ സമയത്ത് ഇത്രയൊക്കെ പറ്റുമായിരുന്നുള്ളൂ. ഓ, അത് നമ്മളെ കോഴിക്കോടല്ലേ. അതെ. ഓക്കെ, അടുത്ത പിക്ചർ. അത് സത്യം പറഞ്ഞാൽ മനു മാധവ് എന്ന് പറഞ്ഞ എന്റെ സന്തോഷേട്ടനുണ്ട്, എന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാ. ഇവിടെ കൊച്ചിയില് സ്റ്റുഡിയോ റിവൈവ് എന്ന് പറഞ്ഞ പാർലർ നടത്തുക. സന്തോഷേട്ടൻ എനിക്ക് ആദ്യം മേക്കപ്പ് ചെയ്ത് തന്നത്. ഫോട്ടോഷൂട്ട് എങ്ങാനും ആണോ? അത് കാറ്റലോഗ് ഷൂട്ട് ആയിരുന്നു. അങ്ങനെയുള്ള കോസ്റ്റ്യൂം ഇത് ഡ്രസ് ഇല്ലേ, നൈറ്റ് വെയർ കാറ്റലോഗ് ഷൂട്ട് ആയിരുന്നു അത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ടാസ്ക് ഉണ്ടല്ലോ. എന്തായിരിക്കും? അഞ്ജലി ഉണ്ടാക്കി വെച്ചില്ലേ ഒരു ഡിഷ് അവിടെ? അപ്പൊ ഞാൻ പോയിട്ട് അയ്യങ്കാർ അവിയൽ എടുത്തിട്ട് വരാം. എനിക്കുള്ള ടാസ്ക് അതാണല്ലോ. ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിക്കണേ. പിന്നെ തമിഴ് ബ്രാഹ്മൺ സ്റ്റൈൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ ആ ഒരു തമിഴ് ടിപ്പിക്കൽ ടച്ച് വരും. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇതിനകത്തൊന്നും പറയാനില്ല എനിക്ക്. അടിപൊളി. താങ്ക് യു. കഴിച്ചു നോക്കി. ഞാൻ എപ്പോഴും കഴിക്കുന്നതാ. എന്നാലും എനിക്കൊരു കമ്പനിക്ക് പ്രേക്ഷകരെ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെരി വെരി നൈസ്, സൂപ്പർ. അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ടാസ്കും കൂടെ ഉണ്ട്. എന്താ? വെയിറ്റ് ആൻഡ് സീ. അടുത്ത ടാസ്ക് റെഡി. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്തോ ഒരു പണിയാണെന്ന് തോന്നുന്നു. പണിയാണെന്ന് തോന്നിയല്ലോ. എന്റെ കർത്താവ്, എനിക്കത് മതി, അത് മാത്രം കേട്ടാൽ മതി. ആദ്യമായിട്ടാണ് ഒരാൾ ഒരു പണി കിട്ടാൻ പോകുന്നത് തന്നെത്താനെ പറയുന്നത്. കുഴപ്പമില്ല, ഇതിലേത് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അഞ്ജു, കാമോൺ അഞ്ജു. അത് വേണോ? ഓ ഹോ ഹോ, അത് നോക്കിക്കോ. ഡാൻസ് കുഴപ്പമില്ലല്ലോ. ആക്ച്വലി അതിൽ എന്തൊക്കെയുണ്ട്? ഇതില് സോങ് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഡാൻസ് തന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഡാൻസ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു ഗിഫ്റ്റും ഉണ്ടാവും. അപ്പം അത്രയും നന്നായിട്ട് ചെയ്യണോന്നാണ് പറഞ്ഞത്. അത് ശരി, ടാസ്ക് ഞാൻ തന്നിട്ട് എന്നോട് ഡാൻസ് കളിക്കാൻ ഒരു കമ്പനിക്ക് അത് വരും. ഞാൻ ലാസ്റ്റ് ആ പാട്ടിന്റെ ലാസ്റ്റ് ആകുമ്പത്തേന് ഞാൻ അങ്ങ് എൻട്രി ചെയ്യും. അതൊരു മാസ് എൻട്രി ആയിരിക്കും. അപ്പൊ ഞാൻ ആദ്യം ഗിഫ്റ്റ് തരാണ്, എന്നിട്ട് ഡാൻസ് കളിക്കാം. അപ്പൊ കുറച്ചുകൂടെ സന്തോഷം വന്നാലോ. അപ്പൊ നമ്മുടെ ഓണക്കൂട്ടിൽ വന്നതിനും ഞങ്ങളോട് ഇത്രയും കളിച്ചു. ശരിക്കും സൂപ്പർ ആയിട്ട് കളിച്ചു. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ബിക്കോസ് എല്ലാം പിൻ ചെയ്ത് വെച്ചതാ. കുഴപ്പമില്ല, എന്നാലും കംഫർട്ടായിട്ട് കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ അഞ്ജുകുട്ടി, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഓണക്കൂട്ടിൽ വന്നതിലും ഞങ്ങളോട് സംസാരിച്ചതിലൊക്കെ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഓണക്കൂട്ടിൽ വരാൻ പറ്റിയതിനും പിന്നെ സ്റ്റെഫിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിനും. ഐ എം സോ ഹാപ്പി. ആണോ? ഓണക്കൂട്ട് പവേർഡ് ബൈ റിപ്പിൾ ടീ, സ്പെഷ്യൽ പാർട്ണർ ഹോക്കിംഗ്സ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.